LDF വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് BJP ഡീൽ വീണ്ടും ചർച്ചയാക്കി CPIM. BJP പിന്തുണയിൽ പൊതുസമൂഹത്തോട് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും മാപ്പ് പറയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സുരാജ്. അതേസമയം BJP പിന്തുണയിൽ വിജയിച്ച വൈസ് പ്രസിഡന്റ് ഇതുവരെ രാജിവെക്കാത്തതിൽ DCC നേതൃത്വം മൌനത്തിലാണ്. മറ്റത്തൂരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP പിന്തുണ സ്വീകരിച്ചിരുന്നു. പിന്നീട് BJP പിന്തുണയിൽ ലഭിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനം പാർട്ടി സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. എന്നാൽ വീണ്ടും നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സംഘത്തിന് BJP പിന്തുണ ലഭിച്ചു. ഡീൽ പുറത്തറിയുമ്പോൾ മാത്രം തള്ളിപ്പറയുന്നതാണ് കോൺഗ്രസ് രീതിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അംഗം M. സുരാജ്. നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള നേതൃതലത്തിൽ ആലോചിച്ചുറപ്പിച്ചു നടത്തിയ കോൺഗ്രസ് BJP സഖ്യമാണ് മറ്റത്തൂരിലേതെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. വാക്കിന് വല്ല വിലയും കൽപ്പിക്കുന്നവരാണ് കോൺഗ്രസിന്റെ നേതൃത്വമെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ഇരു കൂട്ടർക്കുമെതിരെ മതനിരപേക്ഷവാദികൾ ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വണങ്ങിയ പ്രതിപക്ഷ നേതാവിന് മറ്റത്തൂരിൽ രാജി ആവശ്യപ്പെടാൻ കഴിയില്ല എന്നും M. സുരാജ് കുറ്റപ്പെടുത്തി. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവട്ടെ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ ക്ഷണം സ്വീകരിച്ച് ചെന്ന് അത് നിർവഹിച്ച ആളാണ്. അപ്പോൾ ഇതൊരു പരസ്യമായ കാര്യമല്ല. ഇതിൻ്റെ എല്ലാം ഭാഗമായി വേണം മറ്റത്തൂരിലെ കാര്യവും കാണാൻ. ഒരൊറ്റ ദിവസം കൊണ്ടാണ് കോൺഗ്രസ് പൂർണ്ണമായും BJP ആയി മാറിയത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.